നമസ്കാരം. അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്രത്തിൽ അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ധാരാളം അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനമായി വന്നിരിക്കുന്ന ആരോപണം അവിടുത്തെ ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി ചമ്പത് റായ്, ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ചമ്പത് റായ് 24 കോടി രൂപയുടെ പുതിയ ഭൂമി വാങ്ങിയെന്നും അവിടെയുള്ള വിവിധ ഭാരവാഹികൾ, ആ ക്ഷേത്രത്തിൻ്റെ ഗവൺമെൻറ് നിയമിച്ച അവിടുത്തെ ക്ഷേത്ര ഭാരവാഹികൾ വ്യാപകമായിക്കൊണ്ട് ഭക്തർ നൽകിയിരിക്കുന്ന സ്വർണം, വെള്ളി, രത്നം, പണം ഇവയൊക്കെ തന്നെ എണ്ണിത്തിട്ടപ്പെടുത്തുമ്പോൾ വ്യാപകമായ തട്ടിപ്പ് നടത്തിയെന്നും ഇതുമായി ബന്ധപ്പെട്ട പലരും വലിയ സമ്പന്നരായി എന്നും ആരോപണം വന്നിരിക്കുന്നു. ഗത്യന്തരമില്ലാതെ തെളിവുകളുമായി കൊണ്ട് പരാതിക്കാർ, അവിടെയുള്ള പഴയകാലത്തെ സന്യാസിമാരുടെ സംഘടനയടക്കം പരാതിയുമായി വന്ന സമയത്ത് ഗത്യന്തരമില്ലാതെ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ചുകൊണ്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ജനറൽ സെക്രട്ടറി ചമ്പത് റായ് ഏറ്റവും അവസാനമായി 24 കോടി രൂപയുടെ ഭൂമി വാങ്ങിയ തെളിവ് പുറത്തു വന്നിരിക്കുന്നു. ക്ഷേത്ര നിർമ്മാണ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ വിവിധ ഗ്രാമങ്ങളിൽ നിന്ന് ഇഷ്ടിക പൂജിച്ചയച്ചപ്പോൾ ഓരോ ഇഷ്ടികയുടെയും കൂടെ അത് സ്ഥാപിക്കാൻ ആവശ്യമായ ഒരു പണക്കിഴി കൂടെ ഭക്തന്മാർ അയച്ചിരുന്നു. എന്നാൽ ആ പണം എത്രയുണ്ടെന്നോ എന്ത് ചെയ്തെന്നോ ഇപ്പോൾ ഒരു വിവരവുമില്ല. ഏതാണ്ട് 1400 കോടി രൂപയാണ് രാജ്യവ്യാപകമായിട്ട് രാമജന്മഭൂമി ക്ഷേത്രം നിർമ്മിക്കുന്നതിന് വേണ്ടി ലഭിച്ചത് എന്നാണ് ഏകദേശ കണക്ക്. പക്ഷേ ആ പണമൊക്കെ തന്നെ വകമാറ്റിക്കൊണ്ട് സ്വന്തമായി സ്വകാര്യ ട്രസ്റ്റുകളും സ്വകാര്യ സംഘടനാ കെട്ടിടങ്ങൾ, അതേപോലെ തന്നെ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനത്തിനും അവയുടെ ഗവൺമെൻറ് രൂപീകരിക്കാൻ ആവശ്യമായ പ്രവർത്തനത്തിനും തെറ്റായി വിനിയോഗിച്ചു എന്നാണ് പറയുന്നത്. ദൈവാരാധനയുടെ ഭാഗമായിക്കൊണ്ട് ക്ഷേത്രം നിർമ്മിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒന്നും അറിയാത്ത പാവപ്പെട്ട ഭക്തർ കൊടുത്ത പണം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിന് വകമാറ്റിയെന്നും ഈ പണത്തിനൊന്നും ഒരു കണക്കുമില്ല എന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി വാർത്ത വരുന്നത്. അതിൻ്റെ അവസാനത്തെ സംഭവമാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ, ലോകപ്രശസ്തമായ ക്ഷേത്രം എന്ന് പറയുന്ന ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിലെ പണവും അതേപോലെ തന്നെ അവിടുത്തെ സ്വർണവും രത്നവും വെള്ളിയുമൊക്കെ ഈ പറയപ്പെട്ട ആളുകൾ, സർക്കാർ നിയമിച്ച ആളുകൾ അടിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അത് സംഘപരിവാറുമായി ബന്ധപ്പെട്ട ആളുകളാണ് അവിടെ നിയമിക്കപ്പെട്ടത്. അവർ അടിച്ചു കൊണ്ടുപോയി എന്നാണ് വലിയ വാർത്ത വരുന്നത്. SIT എല്ലാവരെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു സങ്കടമാണ്. കേരളത്തിൽ ശബരിമലയിലെ സ്വർണം കട്ടുകൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യാപകമായി പ്രചരണം നടത്തുന്ന ആളുകൾ അവിടെയുള്ള സ്വർണം മോഷ്ടിച്ചു, അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഇടപെട്ടു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ മാത്രം നിയമിച്ച ആളുകൾ, നിങ്ങൾ മാത്രം ഭരിക്കുന്ന ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിൽ വ്യാപകമായ തട്ടിപ്പ് നടത്തിയിട്ട് SIT അന്വേഷണം നടത്തേണ്ട ഒരു ഗതികേട് വന്നിരിക്കുന്നു. അതിൻ്റെ ഭാരവാഹികളൊക്കെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ ആർജിച്ചിരിക്കുന്നു. ക്ഷേത്രം നിർമ്മിക്കാൻ ആവശ്യമായ പണത്തിന് ഒരു കൈയും കണക്കുമില്ല. നോക്കണം, ഇങ്ങ് കേരളത്തിൽ സമരം ചെയ്യുന്ന ആളുകൾ അങ്ങ് ഉത്തർപ്രദേശിൽ ദേവൻ്റെ സ്വത്ത് കൈയിട്ട് വാരുകയാണ്. ക്ഷേത്രം നിർമ്മിക്കാൻ ആളുകൾ ഇഷ്ടികക്കൊപ്പം നൽകിയ പണത്തിന് ഒരു കണക്കുമില്ല എന്നാണ് ഏറ്റവും അവസാനമായി വാർത്തകൾ വരുന്നത്. 1400 കോടി രൂപ വകമാറ്റി മറ്റ് ആവശ്യങ്ങൾക്ക് ചെലവഴിച്ചു. ഭക്തന്മാർ പ്രത്യേകമായ ആഗ്രഹത്തോടു കൂടി ക്ഷേത്ര നിർമ്മാണത്തിന് കൊടുത്ത പണം പാർട്ടി പ്രവർത്തനത്തിനും മറ്റും വിനിയോഗിച്ചു എന്നാണ് പറയുന്നത്. എന്തൊരു സങ്കടമാണ്. ഇതാണ് സംഘപരിവാറിൻ്റെ യഥാർത്ഥ സ്വഭാവം. അവർ ദൈവത്തിൻ്റെ പ്രീതി കാംക്ഷിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളല്ല എന്ന് തെളിയുകയാണ്. ഇതൊക്കെ തന്നെ ആളുകളെ പറ്റിക്കാനും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുമാണ് ഇത്തരം സംഘടനകൾ. യഥാർത്ഥ ഭക്തന്മാരെ മാറ്റി നിർത്തിക്കൊണ്ട് ഇത്തരം കപട ഭക്തന്മാരാണ് ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവിടെയുള്ള ക്ഷേത്രത്തിലെ യഥാർത്ഥ വിശ്വാസികളുടെ സംഘടന പരസ്യമായി ഇതിനെതിരെ രംഗത്ത് വരികയും അവർ പരാതിപ്പെടുകയും പരാതി ഉയർത്തുകയും നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തപ്പോഴാണ് ഇപ്പോൾ SIT അന്വേഷണം വരുന്നത്. അതും ഈ ആരോപണങ്ങളെ മൂടി വെക്കാൻ വേണ്ടിയാണെന്നാണ് ആരോപണം വരുന്നത്. ജുഡീഷ്യൽ അന്വേഷണം നടത്തിക്കൊണ്ട് എത്ര പണമാണ് നഷ്ടപ്പെട്ടത്, ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രം നിർമ്മിക്കാൻ പിരിച്ച പണം എവിടെ, ഇപ്പോൾ അവിടെ ഭക്തർ നിക്ഷേപിച്ച അവിടുത്തെ ഭണ്ഡാരങ്ങളിലും മറ്റും നിക്ഷേപിക്കുന്ന പണം, സംഭാവനയായി കൊടുത്ത പണം, എത്ര കോടികളാണ് ഇവർ അടിച്ചു കൊണ്ടുപോയത് എന്ന് വിശദമായ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ ആവശ്യമുയർന്നിരിക്കുന്നത്. ഏതായാലും സംഘപരിവാറിൻ്റെ തനി സ്വഭാവം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. BJP സർക്കാർ നിയമിച്ച ആളുകളുടെ സ്വഭാവം മനസ്സിലാവുന്നു. കേരളത്തിൽ സമരം ചെയ്യുന്ന ആളുകൾ കുറച്ച് പേർ ഉത്തർപ്രദേശിലേക്ക് പോയി സമരം ചെയ്യണമെന്നാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.